തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന് ആന്റിവെനം നൽകിയില്ലെന്ന പരാതിയിൽ ജീവനക്കാർ ഡിഎംഒയ്ക്ക് മുന്നിൽ ഹാജരായി. ഇവരിൽ നിന്ന് വിശദീകരണം തേടും. കുട്ടിയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. അഭിലാഷ് ഉണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, ഈ ചികിത്സ ലഭിക്കുന്നതിലെ കാലതാമസമാണ് കുട്ടിയുടെ മരണത്തിനിടയാക്കിയത് എന്ന ആരോപണത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇതിൽ കുടുംബത്തിന്റെ പരാതിയിൽ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായും രേണുക, ആരോപണത്തിൽ കുടുംബം ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയാണ്. കാരണം ഈ മരണം സംഭവിച്ച ആ സമയം മുതൽ തന്നെ ഈ ചികിത്സ മതിയായ രീതിയിൽ ലഭിച്ചിരുന്നില്ല എന്നൊരു പരാതി ഉന്നയിച്ചിരുന്നു കുടുംബം. അതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരാതിയുടെ ഈ ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ചേർന്ന് ആശുപത്രിയിൽ വളരെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. തുടർന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഡിഎംഒയ്ക്ക് റിപ്പോർട്ട് നൽകിയ ഈ സംഭവത്തെ സംബന്ധിച്ച്. ആ റിപ്പോർട്ട് പ്രകാരം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും കടിച്ചത് പാമ്പ് തന്നെയാണോ എന്ന് തിരിച്ചറിയാനുള്ള കാലതാമസം എടുത്തതാണ് അപകടത്തെ ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നുമാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത്. ഈ പ്രതിഷേധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഡിഎംഒയെയും അതുപോലെ തന്നെ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന കാഷ്വാലിറ്റി ഡോക്ടർ അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെ ഇന്ന് 11 മണിയോടുകൂടി ഡിഎംഒയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഡിഎംഒ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നാണ് ഇന്നലെയൊക്കെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം. എന്നാൽ ഇന്ന് രാവിലെയാണ് ഡിഎംഒ ഓഫീസിലേക്ക് ഇവരെ വിളിച്ചു വരുത്തിയത്. അവരുമായി സംസാരിച്ച് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ ഈ ബന്ധുക്കൾ ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം ഉന്നത തലങ്ങളിലേക്ക്, അതായത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഉള്ളവരിലേക്ക് പരാതി നൽകാനുള്ള തീരുമാനവുമുണ്ട്. എന്തായാലും ഈ സംഭവം നിസ്സാരവൽക്കരിച്ച് കാണാൻ സാധിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് കുടുംബവും അതുപോലെ തന്നെ ഈ നാട്ടുകാരും കുടുംബത്തോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. രേണുക, ശരി. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.